ഹലോ, നമസ്കാരം. PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ നദികളും അവയുടെ പോഷക നദികളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇവയെല്ലാമാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഏതൊക്കെയാണ് നമുക്കൊന്നുകൂടെ നോക്കാം. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അടുത്തത് ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, യമുന, സൺ, കോസി, ഗോമതി, ദാമോദർ എന്നിവയാണ് ഗംഗാ നദിയുടെ പോഷക നദികൾ. ഒന്നുകൂടെ പറയാം. ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, യമുന, സൺ, കോസി, ഗോമതി, ദാമോദർ. അടുത്തത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂബൻസിരി, കാഞ്ചങ്, വാനസ്, തീസ്ക. ഏതൊക്കെയാണ്? സൂബൻസിരി, കാഞ്ചങ്, വാനസ്, തീസ്ത ഇവയെല്ലാമാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ. അടുത്തത് മഹാനദി. മഹാനദിയുടെ പോഷക നദികളാണ് സിയോനാഥ്, ജോങ്. ഏതൊക്കെയാണ്? സിയോനാഥ്, ജോങ് എന്നിവയാണ് മഹാനദിയുടെ പോഷക നദികൾ. അടുത്തത് ഗോദാവരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി. ഏതൊക്കെയാണ്? പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് ഗോദാവരി നദിയുടെ പോഷക നദികൾ. അടുത്തത് കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചഗംഗ, മാൽപ്രഭ, ഭീമ, തുംഗഭദ്ര, മുസി. ഏതൊക്കെയാണ്? പഞ്ചഗംഗ, മാൽപ്രഭ, ഭീമ, തുംഗഭദ്ര, മുസി. അടുത്തത് നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ, ഷാർ, ഷാക്കാർ. ഏതൊക്കെയാണ്? ഹിരൺ, ഷാർ, ഷാക്കാർ എന്നിവയാണ് നർമ്മദ നദിയുടെ പോഷക നദികൾ. അടുത്തത് താപ്തി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂർണ്ണ, അരുണാവതി. ഈ രണ്ട് നദികളാണ് താപ്തി നദിയുടെ പോഷക നദികൾ. ഏതൊക്കെയാണ്? പൂർണ്ണ, അരുണാവതി. ഒന്നുകൂടെ പറയാം. സിന്ധു നദിയുടെ പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഗംഗാ നദിയുടെ പോഷക നദികളാണ് ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, യമുന, സൺ, കോസി, ഗോമതി, ദാമോദർ. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് സുബൻസിരി, കാഞ്ചങ്, വാനസ്, തീസ്ക. മഹാനദിയുടെ പോഷക നദികളാണ് സിയോനാഥ്, ജോങ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് പഞ്ചഗംഗ, മാൽപ്രഭ, ഭീമ, തുംഗഭദ്ര, മുസി. നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ, ഷാർ, ഷാക്കാർ. താപ്തി നദിയുടെ പോഷക നദികളാണ് പൂർണ്ണ, അരുണാവതി. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടി നോക്കാം. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മാനസ സരോവർ തടാകം. ഏതാണ്? സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മാനസ സരോവർ തടാകം. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗംഗോത്രി. എവിടെയാണ്? ഗംഗോത്രിയാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. അടുത്തത് യമുന. യമുന യമുനോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടുന്നാണ്? യമുനോത്രിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർഖണ്ഡകിൽ നിന്നാണ്. എവിടുന്നാണ്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർഖണ്ഡകിൽ നിന്നാണ്. അടുത്തത് താപ്തി നദി മുൾത്തായ് കാടുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾത്തായ് കാടുകളിൽ നിന്നാണ്. അടുത്തത് കൃഷ്ണ. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ നിന്നാണ്. എവിടുന്നാണ്? മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. അടുത്തത് മഹാനദി.
മഹാനദിയുടെ ഉത്ഭവസ്ഥാനമാണ് മൈക്കല മലനിരകൾ. എവിടെയാണ്? മൈക്കല മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അടുത്തത് ഗോദാവരി. ഗോദാവരി ഉത്ഭവിക്കുന്നത് ത്രയംബക മലനിരകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. അടുത്തത് കാവേരി നദി. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി. എവിടെയാണ്? തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് മാനസ സരോവർ തടാകം. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗംഗോത്രി. യമുന നദിയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി. നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് അമർഖണ്ഡകിൽ നിന്ന്. താപ്തി നദി ഉത്ഭവിക്കുന്നത് മുൾത്തായ് കാടുകളിൽ നിന്ന്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിൽ നിന്ന്. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല മലനിരകളിൽ നിന്ന്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ത്രയംബക മലനിരകളിൽ നിന്ന്. കാവേരി നദി ഉത്ഭവിക്കുന്നത് തലക്കാവേരിയിൽ നിന്ന്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.